നമസ്കാരം. ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രൈം ഡെസ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം റോഡ് അപകടങ്ങളെ സംബന്ധിച്ചാണ്. 10-11 ദിവസം ഞാൻ ഓർമ്മയില്ലാതെ കിടന്ന 15 ദിവസത്തോളം 2 ജീവനുകളാണ് പൊലിഞ്ഞത്. ഒരു ആട്ടോക്കാരനെ ഇടിച്ച് അതോണം തന്നെ സുഖമില്ലാതെ കിടക്കും. ഒരു 16 മധ്യമുള്ള യുവാക്കളാണ് ഒരുപാട് ആക്സിഡന്റിൽ മരിക്കുന്നത്. കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ഇഞ്ചക്കാട് മുതൽ ആയൂര് കമ്പങ്കോട് വരെ നിരവധി മരണങ്ങളാണ് കഴിഞ്ഞൊരു വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20ഓളം മരണങ്ങൾ. റജി മാലൂരെ, നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് റോഡ് അപകടങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ കൊട്ടാരക്കര ഇഞ്ചക്കാട് മുതൽ ഏകദേശം ആയൂര് കമ്പങ്കോട് വരെ ഈ പ്രദേശത്ത് സർക്കാർ ഏജൻസികൾ ഒരു പഠനം നടത്തിയിരുന്നു 2013. നാഗ്പാക്ക് വന്ന് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒരു 15ഓളം സ്പോട്ടുകൾ ഈ പ്രദേശം, അതായത് കമ്പങ്കോട് മുതൽ ഇഞ്ചക്കാട് വരെയുള്ള പ്രദേശത്ത് 15ഓളം സ്പോട്ടുകൾ അവർ ഡേഞ്ചർ സ്പോട്ടാണെന്നുള്ള നിലയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ സ്പോട്ടുകളിൽ കൃത്യമായ സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കുക, കൃത്യമായ സ്റ്റഡുകൾ ഒരുക്കുക, കൃത്യമായ ബോർഡുകൾ സ്ഥാപിക്കുക, ഈ സീബ്ര ലൈനുകളൊക്കെ സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഈ പ്രദേശത്ത് മിക്കവാറും വഴിവിളക്കുകൾ കത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ അടുത്തിടയ്ക്ക് തന്നെ അവിടെ ഒരു ഡിവൈഡർ ഇടിച്ചിട്ട് കനാലിലേക്ക് മറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം വൈക്കൽ ഒരു സ്പോട്ട് അവർ പറയുന്നുണ്ട്. വൈക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാൽക്കവലയാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ സംവിധാനം ഉണ്ടെങ്കിൽ ഡ്രൈവർ ഒന്ന് സ്ലോ ചെയ്യുന്നു, അവിടെ ആ വണ്ടിയുടെ വേഗത ഒന്ന് കുറയും. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ എന്താ പറയുക വാളകത്ത് അറിയാലോ, വളവും അവിടെ ഒരു വളവും ഒക്കെ ഉള്ള സംവിധാനമാണ്. ഇടയ്ക്കൊരു വിദ്യാർത്ഥി വാഹനം ആക്സിഡൻറ്റ് പറ്റും. അപ്പോൾ ആ വാളകത്ത് നല്ലൊരു സംവിധാനം ഒരുക്കുക മാത്രമല്ല, സ്റ്റഡ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കി വെക്കുക. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ കൊട്ടാരക്കര മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഈ കരിക്കം, അതോടൊപ്പം തന്നെ സദാനന്ദപുരം, കമ്പങ്കോട്, അതോടൊപ്പം തന്നെ വാളകം, പനവേലി LPS സ്കൂൾ, ഇങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു 6-7ഓളം സ്കൂള് തന്നെ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്നിടത്തേക്ക് ഒരു വാഹനം പാഞ്ഞു കയറിയതൊക്കെ. അത് നമ്മൾ വളകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളവാണ്. ആ വളവ് തിരിഞ്ഞ് പെട്ടെന്ന് നല്ല സ്പീഡിൽ വരുന്നൊരു വാഹനം ആ വളവ് തിരിഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തൊട്ടടുത്ത് ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ അവരാകെ പാനിക്കായിട്ട് നേരെ ചെന്നിട്ട് അവിടെ നിന്ന് ചെന്ന് കയറുക മാത്രമേ. അത് കുറേ അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഉണ്ട്. അങ്ങനെ അപ്പോൾ വാളകത്ത് ഏറ്റവും വലിയ പ്രശ്നം 2 സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അപ്പം ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ അവിടെ വേണ്ട അധികാരികൾ, അല്ലെങ്കിൽ പോലീസ് മേധാവികളോ അല്ലെങ്കിൽ MPDO അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ അതിനുശേഷം കക്കാട്, ആ ഒരു പനവേലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കൈപ്പള്ളിമുക്ക് ഒരു സ്പോട്ടായിട്ട് പറയും. വലിയൊരു വളവുണ്ടെങ്കിലും അതൊരു സ്പോട്ടായിട്ട് അവർ കേന്ദ്രീകരിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് കേന്ദ്രീകരിച്ചിരുന്നത് പനവേലിയും കക്കാടുമാണ്. ഈ കക്കാട് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വളവിറങ്ങി തിരിച്ചിങ്ങനെ വരുമ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ റോങ് സൈഡിൽ നിന്നുള്ള വണ്ടികളും നല്ല സ്പീഡ്. അവിടെ ഒരു വളവാണ്. അപ്പം ഉമ്മന്നൂരിൽ നിന്ന് അങ്ങോട്ടൊരു ലിങ്ക് റോഡും വരും ചേർന്ന് ഈ കക്കാട്. ഉമ്മന്നൂരിൽ നിന്ന് വരുന്ന വണ്ടി, ഉമ്മന്നൂർ ആ ലിങ്ക് റോഡിലേക്ക് വരുന്ന വണ്ടി MC റോഡിലേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടിടത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടി അവിടെ 2 സ്റ്റഡുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മിറർ ലൈറ്റ് ഈ പനവേലിൽ ഈ ഭാഗത്ത് വളവുണ്ട്. ആ സ്പീഡ് വരുമ്പോൾ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. ആ ഹൈ സ്പീഡ് കുറയ്ക്കാനുള്ള സംവിധാനം ചെയ്തേ പറ്റും. എനിക്കും ആക്സിഡൻറ്റ് പറ്റിയതാണ് ബാങ്കിൻ്റെ അടുത്ത് വെച്ച്. 10-11 ദിവസം ഞാൻ ഓർമ്മയില്ലാതെ കിടന്ന 15 ദിവസത്തോളം വണ്ടി ഒന്ന് ഇടിച്ച് എൻ്റെ ലൈഫ് തന്നെ വലിയ പ്രശ്നമായിപ്പോയി. ഇവിടെ ഒന്നൊരു സ്പീഡാണ് വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ല, അണ്ണൻ്റെ കൂടെ അങ്ങാണ് എന്നെ കൈ പിടിച്ചാൽ എന്നെ ഒക്കെ ആക്കുന്നത്. ഭയങ്കര സ്പീഡിലാണ് വരുന്നത് വണ്ടികളെല്ലാം. ഈ പനവേലി ഈ കാനറ ബാങ്ക് മുതൽ മോർദൻ ഡോക്ടർ അവിടെ വരെ ഒരു വലിയ അപകടം നിറഞ്ഞൊരു മേഖലയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം 2 ജീവനുകളാണ് പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ ആണെങ്കിൽ ഒരു ആട്ടോക്കാരനെ ഇടിച്ച് അതോണം തന്നെ സുഖമില്ലാതെ കിടക്കുക. ആ മനുഷ്യനെ തന്നെ ഇപ്പോഴും വീണ്ടും ഇടിച്ച് ആ മനുഷ്യനെ ഇപ്പോഴും ഇറങ്ങി നടന്ന് ആ ആട്ടോയും കൊണ്ട് പോകാനോ വരാനോ യാതൊരു നിവൃത്തിയില്ലാതിരിക്കാൻ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് തന്നെ എത്രയോ പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന MC റോഡിൻ്റെ ഇരുവശത്തും
പാർക്ക് ചെയ്യുന്ന സ്ഥലം ഏത്, പാർക്ക് ചെയ്യാത്ത സ്ഥലം ഏത് എന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്ക് ചെയ്യാതിരിക്കാനുള്ള സംവിധാനം ഈ MBD അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതുകൊണ്ട്, കാരണം MC റോഡ് വഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ശരിക്കും കറക്റ്റാണ്. MC റോഡ് വഴി കടന്നു പോകുന്ന വാഹനങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ വരുന്നതിനുള്ള സംവിധാനം ഒരുക്കുക, അത്രേ ഉള്ളൂ. രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പ്രത്യേകിച്ച് ഈ എയർപോർട്ടിലേക്കൊക്കെ. ഈ രാത്രി കാലങ്ങളിൽ അപകടം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വഴിവിളക്കുകൾ കൃത്യമായിട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അത് ഗവൺമെൻറ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് സംവിധാനങ്ങളോ ഒക്കെ നോക്കി സിഗ്നൽ ലൈറ്റുകൾ ഇപ്പോഴും ഈ കാട് കയറി കിടക്കുന്ന ഉണ്ടായിട്ടുണ്ട്. കാട് കയറി കിടക്കുക. മരണങ്ങളൊക്കെ ഒരുപാട് കൂടുതലിരിക്കും. ഒരു 45-നും ഒരു 16-നും മധ്യമുള്ള യുവാക്കളാണ് ഒരുപാട് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അതൊക്കെ അമിത വേഗതയാണ്. അവരെ അതേപോലെ ഡ്രൈവിങ്ങിന് ശ്രദ്ധയില്ല, അശ്രദ്ധയായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, അതുപോലെ മദ്യപിച്ചിട്ട് ഓടിക്കുന്നു. ഒരുപാട് പേര് രാത്രി യാത്ര ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ, അതേപോലെ വില കൂടിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഓടിക്കുന്ന ഡ്രൈവർമാർ വാഹനങ്ങളെല്ലാം, അതേപോലെ 60 ലക്ഷം 80 ലക്ഷത്തിൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ വണ്ടികളൊക്കെ അത് മദ്യപിച്ചിട്ടാണ് അവർ വാഹനം ഓടിക്കുന്നത്. അതിനെക്കുറിച്ച് MBD വളരെ ഒരു പരിശോധന നടത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നമ്മൾ ഓരോരുത്തരും ഡ്രൈവർമാർ, നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ നമ്മളാണ് വാഹനം ഓടിക്കുന്നത് നമ്മളല്ല. വാഹനം കൺട്രോൾ ഓടിച്ചാൽ ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത് ഒരിക്കലും അതിന് അപകടം സംഭവിക്കത്തില്ല. ഈ കൊട്ടാരക്കര മുതൽ ആയൂര് വരെയും വരുന്ന ഈ MC റോഡിൻ്റെ ഈ ഭാഗത്ത് നിരന്തരം അപകടം ഉണ്ടാകുകയാണ്. ഈ വാഹനത്തിൻ്റെ അമിതമായ സ്പീഡും അതുപോലെ തന്നെ ഇവിടുത്തെ ആ സിഗ്നലിൻ്റെയൊക്കെ പര്യാപ്തതയും പോലീസ് MBD ഉൾപ്പെടെയുള്ള KSTP ഉൾപ്പെടെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു അശ്രദ്ധയൊക്കെ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഏതാണ്ട് ദിവസവും 1-2 പേര് വെച്ച് ഈ ഒരു കൊട്ടാരക്കര ആയൂരിനിടയിൽ വെച്ച് മരണപ്പെടുന്നുണ്ട് വാഹനാപകടത്തിൽ. നിരന്തരം അപകട മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. കരിക്കം മുതൽ കമ്പങ്കോട് പാലം വരെ, ആയൂർ കമ്പങ്കോട് പാലം വരെ 10-22 പേരോളം ഒരു വർഷക്കാലമായി മരണപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായ രീതിയിൽ ഉദ്യോഗസ്ഥ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു ഇടപെടൽ മറ്റൊന്നും നടക്കാത്തതിൻ്റെത്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് ഈ പനവേലിൽ തന്നെ നിരന്തരമായ അപകടം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി കൊട്ടാരക്കര CIയും MBDയും പഞ്ചായത്തും ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി ഇവിടെ അതിനുള്ളൊരു നടപടി എന്നുള്ള രീതിയിലുള്ള ഒരു മുമ്പോട്ടുള്ള പോക്കിലേക്ക് പോയി. എന്നാൽ തുടർന്നും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നടപടിക്രമങ്ങളൊന്നും അധികാരികളുടെ ഭാഗങ്ങളിൽ നിന്നും വരുന്നില്ല. കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളുടെ കണക്കെടുക്കാം. 49,889 വാഹനാപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏതാണ്ട് 3,733 പേര് മരണപ്പെടുകയാണ്. ഈ കേരളത്തിലെ അപകടങ്ങളുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ 49,000 അപകടങ്ങളുണ്ടായപ്പോൾ 3,000-ഓളം മരണങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ സംഖ്യ 56,822 പേരാണ് അപകടങ്ങളിൽ പെട്ടിട്ട് ഈ പരിക്കേറ്റവരായിട്ട്. ഇപ്പം ഇന്ത്യയിലെ അപകട മരണങ്ങളുടെ കണക്ക് 1,70,70,000 മുകളിലാണ്. 1,70,70,000 മുകളിൽ ഇന്ത്യയുടെ കണക്ക് പറയുന്നത്. അതായത് 1,80,000. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകുന്നത് ഉത്തർപ്രദേശിലാണ്. ഏതാണ്ട് ഒരു 23,000 മരണങ്ങളാണ്. 23,000 മരണങ്ങൾ ഒരു വർഷം ഉത്തർപ്രദേശിലാകുന്നത്. പിന്നെ ബോംബെ, തമിഴ്നാട് അല്ല, അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരു 18,000 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര ഏതാണ്ട് ഒരു 15,000-ഓളം അപകട മരണങ്ങളാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നിതിൻ ഗഡ്കരി പാർലമെന്ററി പറഞ്ഞ കണക്കാണ്. അപ്പം ഈ ഇന്ത്യയിൽ ഇത്രത്തോളം വലിയ സ്റ്റേറ്റുകളിൽ ഇങ്ങനെയുള്ള അപകട മരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന അപകട മരണങ്ങൾ ഏതാണ്ട് 3,733 അപകട മരണങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അതും കുറയ്ക്കണം. ആ അപകട മരണങ്ങളും നമുക്ക് കുറച്ചേ പറ്റത്തുള്ളൂ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ഈ പ്രദേശമായ ഈ പറയുന്ന ഈ കമ്പങ്കോട് മുതൽ ഇഞ്ചക്കാട് വരെയുള്ള പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ പെരുപ്പം ഓരോ ദിവസവും എല്ലാ സംസ്ഥാനങ്ങളിലും വാഹനങ്ങളുടെ പെരുപ്പം കൂടിയാണ്. വാഹനങ്ങൾ ഇപ്പം പുറത്തു വന്ന കണക്ക് പ്രകാരം ഏതാണ്ട് 1,90,00,000 വാഹനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വാഹനങ്ങൾ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ കേരളത്തിലെ കണക്കും രാജ്യത്തെ കണക്കും നമ്മൾ ഇപ്പോൾ പറഞ്ഞു.
അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഈ പ്രദേശം, അതായത് ഈ കമ്പങ്കോട് മുതൽ ഇഞ്ചക്കാട് വരെയുള്ള പ്രദേശത്ത്, ഈ പ്രദേശത്ത് അപകടങ്ങൾ കുറയ്ക്കണം, അപകട മരണങ്ങൾ കുറയ്ക്കണം. ഈ ഒരു വർഷം 20 മരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം കുടുംബങ്ങൾ അനാഥമായി പോകും. അതെ അതെ. ഈ യുവാക്കളുടെ അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ്, ശരിയാണ്, ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, ആൽക്കഹോൾ. അപ്പം ഈ നമ്മുടെ പാർലമെൻറ്റിൽ നിതിൻ ഗഡ്കരി പറഞ്ഞത് ഈ അപകട മരണങ്ങൾ കൂടുതലും 18-നും 34-നും ഇടയ്ക്കുള്ള യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. അതുതന്നെയാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തതും. നമുക്ക് ജനങ്ങളോടും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ: അപകടങ്ങൾ കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. റജിമാലൊരു പറഞ്ഞതുപോലെ ഇവിടെ വലിയൊരു സംവിധാനമുണ്ട്. അത് ഈ പറയുന്ന പോലെ KSTP ആയാലും പിന്നെ MVD ആയാലും സർക്കാർ ഏജൻസികളായാലും അതോടൊപ്പം തന്നെ യാത്രക്കാരും നാട്ടുകാരും ഒക്കെ തന്നെ വലിയൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ അപകടം ഒഴിവാക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന ഒരു വലിയ മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും.